മനസ്സിലായി. വിമൽകുമാർ അല്ലേ? ഓ, ഇരിക്കും. താങ്ക് യു. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽകുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. പൂച്ചക്കണ്ണാണല്ലേ? 4 കാലിലെ വീഴൂ. ആ, ദേ ആളെത്തിയല്ലോ. സാറ് പോയി അകത്തിരുന്നോ, ഞാൻ പോയി വിളിച്ചോട്ട് വരാം. ഇരിക്കണ കണ്ടില്ലേ കള്ളൻ. ഒരു എക്സ്ക്യൂസ് മീ, ലക്ഷ്മി കുഞ്ഞിന് വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യാ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും. ബൂത്തിലെ നമ്പർ ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടെ. അമ്മയ്ക്കോ അച്ഛനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും കൊടുത്തോളൂ. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ബോയ് ഫ്രണ്ട് ഇല്ല, ഈ വിഷമിക്കുന്ന എന്തിനാ? 33415 വിളിച്ചാ മതി. അവിടെ എന്തിനും പോകുന്ന നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആധാരുടെ നമ്പറാ? വിമൽകുമാറിന്റെയാ. അതാരാ? യാതന്റെയാ. ഞാനും നിങ്ങൾ ചെല്ലട്ടെ. വാസണ്ണോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യോ, അകത്തൊരു IST കോള് വിളിച്ചോണ്ടിരിക്ക. അണ്ണന് ചായ വേണ്ടി കണ്ടോ, നമുക്ക് ഓരോ കടിയായാലോ? വാസണ്ണ, ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. വേണ്ട വാസണ്ണ, വിട്ടേക്ക്. സർക്കിളേമാന്റെ മോളാ. ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ? വാസണ്ണ, ഞാൻ കാല് പിടിക്കാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി. വാസന തല്ലിട്ട് പോയേ? ആരോടും പറയണ്ട, എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചാണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. പെട്ടി കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ജീപ്പിന്റെ വീല് പഞ്ചറാകേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പറയായിരുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല, സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ പാവം, കണ്ണിലെന്ന് തോന്നണ്. എന്തിനാ കണ്ണ്? ഈ ആലിലക്കണ്ണ് എനിക്കിഷ്ടമായി. ഞാൻ ഇപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ICU 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ ചുമയ്ക്ക് ഒരു കുറവില്ലല്ലോ. ഈശ്വര, കൈ പൊള്ളണു. അച്ഛൻ കിടക്ക്, ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. കാശിനല്ലേ അരി വാങ്ങിച്ചത്? അച്ഛൻ കിടക്ക്, കാശ് ഞാൻ ആരോടെങ്കിലും വാങ്ങിക്കോളാം. കിടക്കച്ച. വടയെന്ന് കൊടുക്കട്ടെ? വട വേണ്ട. പഴോ വേണ്ട. സിംഗിൾ പഴം വേണ്ടോ? ഓ, എന്താ വേണ്ടേ? അച്ഛന് തീരെ സുഖമില്ല, മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് കാശ് തരുമോ? തിന്നാനാ കുടിക്കാനോ വേണമെങ്കിൽ വല്ലതും തരാം, കാശൊന്നുമില്ല. പുതിയ ഇറക്കുമതിയാണെന്ന് തോന്നുന്നു. ആ പുറമ്പോക്കിൽ കുറെ എണ്ണം വന്ന് തമ്പടിച്ചിട്ടുണ്ട്.
കയ്യിലെന്ത് പണ്ടാരം കിട്ടിയാൽ അടിച്ചോണ്ട് പോകും. ചെമ്പകശ്ശേരി അഞ്ചഞ്ചരപ്പന്റെ മാലയിൽ അടിച്ചോണ്ട് പോയി. ഹലോ കുഞ്ഞൻ സയ്യസ്റ്റേ ബോത്ത്. ഹലോ ആരാ? ഞാനിവിടെ ഇരിക്കുന്നോട്ട് തോന്നാണോടാ. വച്ചിട്ട് പോടാ പറ്റി ഫോൺ. കുഷ്ഠരോഗാശുപത്രിയാണോന്ന്? ഇവനൊക്കെ കുഷ്ഠമെന്ന് ചാവുള്ളൂ. പന്നി എന്റെ കണക്കും തെറ്റിച്ചു. ഇവിടെ ആരും ഇല്ലേ? ആ ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. ദേ. അച്ഛന് മരുന്ന് വാങ്ങണായിരുന്നു. കുറച്ച് പൈസ തന്ന് സഹായിക്കൂ. അത് ശരി. അപ്പൊ കാർഡൊന്നും അടിച്ചില്ലേ? കാർഡോ? അതെ, എന്റെ അച്ഛൻ തടിമില്ലിൽ തടി അറുത്തോണ്ടിരിക്കുമ്പോൾ തടി വീണ് തടി കേടായി ആശുപത്രിയിലാണ്. തടിമാടന്മാരായ 3 ആങ്ങളമാരുണ്ടെങ്കിലും ആ 3 പേര് മന്ദബുദ്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡടിച്ച് കൊടുത്തിട്ടല്ലേ ഇതുപോലെയുള്ള തട്ടിപ്പ്. അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ. എന്റെ അടുത്ത് വേണ്ട. പാ. അയ്യോ, ഞങ്ങൾ അത്തരക്കാരല്ല. എന്തിനാ ഇങ്ങനെ കൈനീട്ടാൻ നടക്കുന്നേ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, കാണാനും കൊള്ളാം. എവിടെങ്കിലും പോയി വീട്ടു ജോലി ചെയ്ത് ജീവിച്ചൂടെ? കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആരാ വീട്ടുജോലി തരണേ? കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ഇയാൾ രാവിലെ പത്രം വായിക്കും, രാത്രി ടിവിയും കാണും. എന്തിനാ മോളെ എന്റെ അടുത്ത് ചുമ്മാ നമ്പർ ഇറക്കുന്നേ? ഞാനൊരു എസ്റ്റിഡി ബുക്ക് നടത്തുന്നതന്നെ. എന്റെ ഫുൾ നമ്പറാ. ഈശ്വര, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നുണ്ടോ? ശരി, കണ്ണിന് കാഴ്ചയില്ല എന്ന് ബോധ്യം വന്നാ ഞാൻ കുട്ടിയെ സഹായിക്കാം. അതിനൊക്കെ ചില നിസാര ടെസ്റ്റുകളേ ഉള്ളൂ. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ഈ ടെസ്റ്റ് പോരാ. എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം. ഇയാള് പെണ്ണാണെങ്കിൽ ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും. ഇതെന്റെ പുതിയ ടെസ്റ്റാ, ഞാനിപ്പോ കണ്ടുപിടിച്ചോളൂ. ഞാനാ ഇവിടുത്തെ ആളാ. സ്ലിപ്പായി ടച്ച് ആയതാ. എന്ത് പോക്ക് തരടി കാണിക്കണ? നിന്റെ ഈ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പേടിച്ച് ചത്ത ആരുത്തരം പറയോടാ? അന്ത ഈ അല്ലക്കല്ലിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീയാടാ ഉമ്മറ ഉമ്മച്ചന ഉമ്മങ്ങോശിയ. നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ. അങ്ങനെ നീ പറയുമ്പോ ഉമ്മക്കെന്നെ എന്നെ കിട്ടില്ല. ആ ഉമ്മയല്ല, നിന്റെ ഐശുമ്മനൊന്ന് കാണട്ടാ. ചതിക്കല്ലേ ചന്ദ്ര, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇത് മറ്റാരും അറിയരുത്. ദൈവത്തെ ഓർത്ത് കുഞ്ഞ് കരയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അറിയാണ്ട് കൈ തൊട്ട് മേത്ത് കൊണ്ടതാ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ചന്ദ്ര. എന്നിട്ടെന്തിനാ ഇന്നലെ ഞാൻ 200 കറഞ്ഞു വെച്ചപ്പോ നിനക്കത് ഗമയായിരുന്നു. ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം ലജ്ജാവഹം. കുട്ടി കരയല്ലേ, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. കുട്ടി കാര്യം അറിയാതെ ഇങ്ങനെ കരയരുത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്തത് കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി, കുട്ടി എന്നോട് ക്ഷമിക്കണം. പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പറത്തുന്ന കാലം അത്. അതുകൊണ്ട് പറ്റിപ്പോയതാ. ശരിക്കും അച്ഛൻ എന്താ അസുഖം? നല്ല പനിയും വിറയലും ഉണ്ട്. മരുന്ന് കഴിച്ച അച്ഛന്റെ അസുഖം മാറിയാലേ തെരുവില് സർക്കസ് നടത്താൻ ഒക്കൂ. നിങ്ങൾ സർക്കസാരാ? നമ്മുടെ പുറമ്പോക്കിലൊന്ന് ടെന്റ് അടിച്ചിരിക്കുക. എന്താ കുട്ടിയുടെ പേര്? ചെമ്പകം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? അച്ഛന്റെ അസുഖം കുറയാണെങ്കിൽ. പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ വളരെ ഉപകാരം. ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ ആക്കാം. വേണ്ട, എന്റെ വടിയുണ്ട്. വേഗം പോയിക്കോളൂ. മരുന്ന് വാങ്ങിയാൽ ടെക്കനെല്ലാം എത്തിക്കോളാം. അങ്ങനെ ഇയാള് മരുന്ന് വെട്ടി ടെക്കനെന്ന് എത്തണ്ട. ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് കൈരരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാൽ പോയാൽ മതി. അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ പാവം. ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടം. ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ. എന്ത് ചെയ്യാനാ? ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ. എന്തിനെന്നോട് ക്രൂരത കാണിച്ച്? പാട്ടി എന്നെ വിളിച്ചോ?